സാറ് ജയിലിൽ ആരെയും കാണാൻ പോയതാണോ? ഓട്ടോക്കാരന്റെ കുശലാന്വേഷണം കേൾക്കാത്ത മട്ടിലിരുന്നു ബിജു. അല്ല സാറേ, ഒരു കണക്കിന് ജയിലിൽ തന്നെയല്ലേ സുഖം. ആഴ്ചയിൽ എല്ലാ ദിവസവും ചിക്കനും മട്ടനും മീനും ഒക്കെ ഇല്ലേ? ഇന്ന് 1 കിലോ മട്ടൻ വാങ്ങാൻ വില തിരക്കിയപ്പോൾ 1000 രൂപയാത്രേ. ജയിലിൽ കിടക്കുന്നവരുടെ ഒരു ടൈം. ഓട്ടോക്കാരൻ തുടർന്നു. അത്ര സുഖമൊന്നുമില്ലടോ. ഞാൻ 8 കൊല്ലായി ഇതിൻ്റെ അകത്ത്. ഈ ചിക്കനും മട്ടനും മാത്രമല്ലല്ലോ ജീവിതം. ബിജു പറഞ്ഞത് കേട്ട് ഓട്ടോ ഡ്രൈവർ അല്പനേരം നിശബ്ദമായി. അപ്പോൾ സാറ് 8 കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതല്ലേ? എങ്ങനെയുണ്ട് സാറേ 8 കൊല്ലം കഴിഞ്ഞുള്ള ലോകം? ഓട്ടോക്കാരന്റെ കുശലാന്വേഷണം ബിജു മൈൻഡ് ചെയ്തില്ല. ഓട്ടോറിക്ഷ പരിചയമില്ലാത്ത വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ബിജു സംശയത്തോടെ ചോദിച്ചു, ഇതെങ്ങോട്ടാണ് പോകുന്നേ? എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. സാറേ, ആ വഴിയിൽ പണി നടക്കുക. റോഡ് ടാറിങ്. നമുക്ക് ഇതുവഴിയേ പോകാൻ പറ്റൂ. ഇച്ചിരി ചുറ്റണ്ടെങ്കിലും നല്ല റോഡാണ്. ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. വിജനമായ വഴിയിലൂടെ ഓട്ടോ അല്പം മുന്നോട്ട് നീങ്ങിയതും ഓട്ടോ ഡ്രൈവർ വണ്ടി സ്ലോ ചെയ്തു. അയാൾ ഓട്ടോ സൈഡാക്കി. സാറേ, ഒറ്റ മിനിറ്റ്, ഇപ്പോൾ വരാം. കുറേ നേരമായി മുട്ടി നിൽക്കുക. ഷുഗറിൻ്റെ ആണ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണം. അയാൾ പുറത്തേക്കിറങ്ങി മരച്ചുവട്ടിൽ കുന്തിച്ചിരുന്നു. തിരികെ വന്ന് പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തു. സാറ് വലിക്കുവോ? സീസർ ഫിൽറ്ററാ. ബിജു സിഗരറ്റ് മേടിച്ച് പുറത്തിറങ്ങി. നല്ല കാറ്റ് അല്ലേ സാറേ? കടലടുത്തുള്ളത് കൊണ്ടാണ്. അയാൾ സിഗരറ്റ് കൊളുത്തി. രണ്ടാളും വലിച്ചു. തല കറങ്ങുന്നത് പോലെ തോന്നി ബിജുവിന്. എന്താ സാറേ, തലകറക്കം തോന്നുന്നോ? സാറ് സീറ്റിലോട്ടിരുന്നാട്ടെ. ബിജുവിനെ ഓട്ടോക്കാരൻ സീറ്റിലിരുത്തി. പേടിക്കണ്ട സാറേ, 8 വർഷമായില്ലേ, അതിൻ്റെയാ. തൻ്റെ കാഴ്ച മറയുന്നത് പോലെ തോന്നി. ബോധം മറയുന്നതിന് മുമ്പ് തൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഡ്രൈവറുടെ മുഖം ബിജുവിൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പോലെ പതിച്ചു. 8 വർഷം മുമ്പ് തനിക്ക് ജീവപര്യന്തം വിധിക്കുമ്പോൾ കോടതി മുറിയിൽ ഈ മുഖമുണ്ടായിരുന്നു. നിരാശനായി. അപ്പോഴേക്കും ബിജുവിൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു. അയാൾ ഓട്ടോയിൽ കയറി. ഓട്ടോറിക്ഷ കടലോരത്തെ ഒറ്റപ്പെട്ട ഒടിട്ട വീടിന് നേരെ പാഞ്ഞു. സാറേ, ഈ കേസ് ശരിക്കും കുഴഞ്ഞുമറിഞ്ഞ ഡെഡൻ്റെ കേസാ. അകത്തു നിന്നും പൂട്ടിയ വീട്. അതിനുള്ളിൽ മരിച്ചു മാസങ്ങളായ ശരീരം കിട്ടി. അസ്ഥിക്കുടമെന്ന് പറയുന്നതാണ് ശരി. തൂങ്ങി മരിച്ചതാണ് എന്നാണ് നിഗമനം. ഈ ജയിലിലൊക്കെ തൂക്കിക്കൊല്ലുന്ന പോലെയുള്ള ഒരു കുരുക്കാണ്. സാധാരണ തൂങ്ങിച്ചാവുന്ന ഒരാൾ അത്തരമൊരു കുരുക്കൊക്കെ ഉണ്ടാക്കി ചാകുന്നത് അല്പം അസ്വാഭാവികതയാണ്. CI അബ്ദു ക്രൈംബ്രാഞ്ച് DYSP സോമൻ സാറിനോട് ഡീറ്റെയിൽസ് വിശദീകരിച്ചു. അയാളെ ആർക്കും പരിചയമില്ലേ? പേരും കാര്യങ്ങളൊന്നും? സാറേ, അയാൾ 5 കൊല്ലമായി ആ വീട് മേടിച്ചിട്ട്. അധികം പുറത്തിറങ്ങാറൊന്നുമില്ല. ആരോടും സംസാരിക്കാറുമില്ല. 3 കൊല്ലം മുമ്പ് അയാളൊന്ന് വീണു. വലതുകാലിൻ്റെ എല്ല് പൊട്ടിയിരുന്നു. ആ സമയത്താണ് അയാൾ പുറത്തേക്കിറങ്ങിയത്. ആരോടും സംസാരിക്കാറൊന്നുമില്ലായിരുന്നു. ഒരിക്കൽ ആ വീട്ടിൽ അയാളൊരു മേശ വാങ്ങിക്കൊണ്ടു വന്നു. അപ്പോഴാണ് അവിടെയുള്ള ലോഡിംഗ് തൊഴിലാളികൾ ആ വീടിൻ്റെ ഉമ്മറം കാണുന്നത് തന്നെ. പേര് വർഗീസ് എന്നാണ് പറഞ്ഞത്. പട്ടാളത്തിലായിരുന്നത്രേ. ഈ ഡെഡ് ബോഡിയുടെ വലതുകാലിൻ്റെ എല്ല് പൊട്ടിയതാണ്. അതാണ് ബോഡി അയാളുടേത് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്നാലും ഒരു മനുഷ്യനല്ലേടോ, എന്തെങ്കിലും രേഖകൾ കാണില്ലേ? അതാണ് സാറേ രസം. ഒരു രേഖയും ആ വീട്ടിലില്ല. അടുക്കളയിൽ ചില സാധനങ്ങൾ ഉണ്ടെന്നല്ലാതെ വേറെയൊന്നും ആ വീട്ടിലില്ല. ഒരു തലമുടി പോലും കിട്ടാത്ത അവസ്ഥ. പുരയിടത്തിൻ്റെ രജിസ്ട്രേഷൻ രേഖകളോ? സാറേ, ആ വീടിൻ്റെ ഉടമസ്ഥർ വിദേശത്തായിരുന്നു. ഈ വീട് മേടിച്ചിരിക്കുന്നത് ഒരു വർഗീസ് എന്ന പേരിലാണ്. ആ വിലാസം തിരക്കി ചെന്നപ്പോൾ പുള്ളിക്കാരൻ ഒരു അനാഥാലയത്തിലാണ്. വൃദ്ധസദനത്തിലായിരുന്നു. മരിച്ചിട്ടിപ്പോൾ 4 വർഷമായി. ആ വൃദ്ധൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചാണ് ഈ പുരയിടം വാങ്ങിയത്. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ്? സാറേ, ഡെഡ് ബോഡിയുടെ സമീപത്തായിട്ട് ഒരു സാധനം കിട്ടി. ബാർഡിസോ കസ്റ്ററക്റ്റർ എന്നാണ് ഇതിൻ്റെ പേര്. കാളയുടെ വരിയുടക്കുന്ന സാധനം. ഈ നാരങ്ങ പിഴിയുന്ന സാധനം പോലെ ഇരിക്കും. കാളയെ വന്ധ്യീകരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോമൻ സാറിൻ്റെ കണ്ണു വിടർന്നു. താങ്ക് യു അബ്ദു, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു. പക്ഷെ സാറേ, ഇതൊരൊറ്റപ്പെട്ട കേസല്ലേ? ക്ലിയർ കട്ടായി പറയാൻ കഴിയും അയാൾ ആത്മഹത്യ ചെയ്തതാണെന്ന്.
ഇതിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ എന്താ ഉള്ളത്? സോമൻ സാർ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. ഒരു പുക ഇറക്കി അബ്ദുവിനെ നോക്കി. ഇത് അബ്ദു കരുതുന്നത് പോലെ നിസ്സാരമൊരു ആത്മഹത്യയല്ല. ഇതൊരു സീരിയൽ കില്ലറാണ്. അബ്ദു എന്നോട് പറഞ്ഞ ഇതേ മോഡസ് ഓപ്പറാൻഡിയിൽ നടന്ന മൂന്നാമത്തെ കൊലപാതകമാണിത്. വ്യത്യസ്ത സ്ഥലങ്ങളിലായി 3 പേര് ഒരുപോലെ മരിച്ചു കിടക്കുന്നു. അബ്ദു അത്ഭുതത്തോടെ സോമൻ സാറിനെ നോക്കി. സാർ, അക്കാര്യം സമ്മതിച്ചു തരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ അയാൾ താമസിക്കുന്ന വീട്ടിൽ ആത്മഹത്യ ചെയ്തതെങ്കിൽ അതെങ്ങനെയാണ് സീരിയൽ കില്ലിംഗ് ആകുന്നത്? ഇതിൽ റിപ്പീറ്റ് ചെയ്ത എലമെന്റ് എന്തായിരുന്നു? അനാഥരായ ആൾക്കാരുടെ പേരിൽ വാങ്ങിച്ച വീടുകളിൽ താമസിക്കുന്ന മധ്യവയസ്കനായ മനുഷ്യൻ. ആരോടും പരിചയമില്ലാത്ത, ഒരു രേഖകളുമില്ലാത്ത, വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാത്ത ഒരു മനുഷ്യൻ. അയാൾ വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് മരണം ആരും അറിയുന്നില്ല. കുറേ നാൾ കഴിഞ്ഞ് കണ്ടെത്തുമ്പോൾ അസ്ഥികൂടമായിട്ട് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിൽ. പക്ഷേ നാട്ടുകാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അടയാളം ആ ബോഡിയിലുണ്ടാകും. ഇങ്ങനെ 3ാമത്തെ സംഭവമാണിത്. തനിക്ക് തോന്നുന്നോ ഇത് കോയിൻസിഡന്റ് മാത്രമാണെന്ന്? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്, സം സോർട്ട് ഓഫ് സ്റ്റേറ്റ്മെന്റ്. സോമൻ സാർ അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഫയൽ വാങ്ങി പുറത്തിറങ്ങി. പുറത്ത് അദ്ദേഹത്തിന്റെ മഹീന്ദ്ര ബൊലേരോ ഉണ്ടായിരുന്നു. ഡ്രൈവർ സുജിത് വണ്ടി സ്റ്റാർട്ടാക്കി. വണ്ടിയിൽ കയറി സോമൻ സാർ ഡോറിലെ വാട്ടർ കുപ്പിയെടുത്തു. മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ വോഡ്ക മിക്സ് ചെയ്ത് നിറച്ചാണ് സോമൻ സാർ ഓഫീസിൽ വരിക. പൊതുവെ പരസ്യമായ രഹസ്യമാണെങ്കിലും മദ്യം സോമൻ സാറിന് മസ്റ്റാണ്. ഒരിറക്ക് വെള്ളം മടമട വായിലേക്ക് കമിഴ്ത്തിയ നേരത്ത് ഫോൺ ബെല്ലടിച്ചു. ഒരു പ്രൈവറ്റ് നമ്പറാണ്. ഗൾഫിലെ ഇന്റർനെറ്റ് കോളിങ്ങിന്റെ നമ്പർ പോലെ ഇൻവാലിഡായ ഒരു നമ്പർ. ഇതാരടോ ഗൾഫിന്ന് ഫോൺ ചെയ്യാൻ എന്ന് പറഞ്ഞ് സോമൻ സാർ ഫോൺ എടുത്തു. ഹലോ സാർ, ഞാൻ നിങ്ങൾ തേടുന്ന കൊലപാതകിയാണ്. എനിക്ക് സാറിനെ കാണാൻ ആഗ്രഹമുണ്ട്, കീഴടങ്ങാനും. പക്ഷേ അതിനു മുമ്പ് സാർ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അയാളുടെ ചിരി ഫോണിൽ പ്രകമ്പനം കൊണ്ടു. ആരാണ് നിങ്ങൾ? എവിടെ നിന്ന് വിളിക്കുന്നു? സോമൻ സാർ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് ചോദിച്ചു. സോമൻ സാർ ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യം അതല്ല, എന്തിനെന്നതാണ്. അത് ചോദിക്കാത്ത സ്ഥിതിക്ക് ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എന്തിനാണ് ആ മരണങ്ങൾ? ആ ചോദ്യത്തിന് നാളെ 5 മണിക്കുള്ളിൽ ഉത്തരം കണ്ടെത്തിയാൽ സാറ് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരും. മറക്കണ്ട, 5 മണി. ഉത്തരത്തിനുള്ള ക്ലൂ ആ മരണങ്ങളിൽ തന്നെയുണ്ട്. മറുതലയ്ക്കൽ ഫോൺ കട്ടായി. ഡാമിറ്റ്! ദേഷ്യത്തോടെ സോമൻ ഫോൺ ഡാഷ്ബോർഡിലേക്ക് എറിഞ്ഞു. ആരാ സാറേ? എന്നതാ കാര്യം? ഡ്രൈവർ സുജിത്ത് ചോദിച്ചു. നീ കേട്ടതല്ലേ സുജിത്തെ? ഇതേ ചോദ്യമാണ് ഞാനും ചോദിച്ചത്. അപ്പോഴാണ് അവൻ്റെ അമ്മൂമ്മയുടെ ഒരു കടങ്കഥ. നീ വണ്ടി വിട്, പഞ്ചമി ബാറിലേക്ക് പൊക്കോ. അല്ലെങ്കിൽ വേണ്ട, മൂഡ് പോയി. നീ ഓഫീസിലേക്ക് പോ. അവൻ എന്നെ വെല്ലുവിളിച്ചതല്ലേ? ഒരു ക്രിമിനൽ വെല്ലുവിളിക്കുന്നു, അതും ഈ സോമനെ. നോക്കട്ടെ അവൻ്റെ ആപ്പീസ് പൂട്ടിക്കാൻ പറ്റുമോ എന്ന്. വണ്ടി നേരെ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് നീങ്ങി. ഒരു സീരിയൽ കില്ലിംഗ് സ്വഭാവമുള്ള കേസിൻ്റെ കാര്യത്തിനാണ് വിനോദിനെ വിളിച്ചു വരുത്തിയത്. വിനോദ്, എനിക്കിന്ന് വന്ന കോൾ ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. വന്ന ടവർ ലൊക്കേഷൻ കണ്ടെത്തണം, അതാണ് മെയിൻ. സൈബർ സെൽ SI വിനോദ് തലകുലുക്കി. കുറച്ച് സമയത്തിന് ശേഷം, സാറേ, ഞാനത് നോക്കി, ഒരു രക്ഷയില്ല. ആ നമ്പർ ഇൻ്റർനെറ്റ് വഴിയുള്ള കോളാണ്, ട്രേസ് ചെയ്യാൻ ഒക്കില്ല. ഡിവൈസിൻ്റെ IP അഡ്രസ് കണ്ടെത്താൻ പറ്റുമോ എന്ന് ഞാൻ ഒന്നുകൂടി ശ്രമിക്കട്ടെ. വിനോദ് സല്യൂട്ട് ചെയ്ത് തൻ്റെ ഡെസ്കിലേക്ക് പോയി. അപ്പോഴേക്കും CI കോശി വന്നു. സോമൻ സാറിനെ സല്യൂട്ട് ചെയ്തു. അല്ല സാറേ, എന്നെ സാറിൻ്റെ കൂടെ വീണ്ടും ഇട്ടുകൊണ്ട് DGP സാറിൻ്റെ ഓർഡർ വന്നു. പുതിയ വള്ളിക്കെട്ട് എന്തോ പിടിച്ചിട്ടുണ്ടല്ലോ. എന്നതാ സാറേ കോള്? പറയാൻ കോശി, ആ ജെയിംസ് കൂടി വരട്ടെ, അല്ലെങ്കിൽ എല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ബോറു പരിപാടിയാ. ഏത്? ആ കൈക്കൂലി കേസിൽ സസ്പെൻഷനിൽ പോയ CI ജെയിംസോ? സാറിന് എന്തിൻ്റെ കേടാ? സോമൻ ഒന്ന് ചിരിച്ചു. എടോ, അയാളുടെ പേഴ്സണൽ ജീവിതം ആര് നോക്കുന്നു?
പ്രൊഫഷണൽ ലൈഫിൽ അവൻ കൊള്ളാം. അവന് കണക്കിലായിരുന്നു MSc. ക്രൈം സോൾവിങ്ങിൽ ഏറ്റവും പ്രധാനമാണ് പാറ്റേൺ മേക്കിംഗ്. അക്കാര്യത്തിൽ ജെയിംസ് മിടുക്കനാണ്. മിസ്സിംഗ് ആയ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ വിരുദ്ധൻ. അതുകൊണ്ട് അവൻ്റെ പ്രൊഫഷണൽ സ്കിൽ നമുക്ക് ഉപയോഗിക്കാമെന്നേ. ഈ കേസിൽ അത് അത്യാവശ്യവുമാണ്. അപ്പോഴേക്കും SI ജെയിംസ് വാതിൽക്കലെത്തി. ആ വാടോ, ഇരിക്കൂ. ജെയിംസ് ഇരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 3 കേസുകളാണ്. ഒന്നാമത്തേത് കണ്ടെത്തിയത് 2018 തൃശൂർ ജില്ലയിലായിരുന്നു, രാമവർമ്മ പുരത്തിനടുത്ത്. ഒറ്റപ്പെട്ട ഒരു വീട്. അവിടെ താമസിച്ചിരുന്ന, നാട്ടുകാരുമായി അകലം പാലിച്ചിരുന്ന മധ്യവയസ്കൻ. അയാളുടെ പേര് പോലും ആർക്കും അറിയില്ല. 4 വർഷത്തിനുള്ളിൽ അയാൾ പുറത്തുള്ള പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങിയത് 3-4 തവണ മാത്രം. അയാൾ എവിടെ പോകുന്നുവെന്നോ എന്തു ചെയ്യുന്നുവെന്നോ ആർക്കും അറിയുമായിരുന്നില്ല. അവർക്കറിയാമായിരുന്നത് അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണക്കുരിശുമാലയും കയ്യിലുണ്ടായിരുന്ന 9 കല്ലുകൾ പതിച്ച വെള്ളിമോതിരവും ആയിരുന്നു. അയാൾ എപ്പോ വന്നുവെന്നോ എപ്പോൾ പോകുന്നുവെന്നോ ആർക്കും അറിയില്ല. 2018 ആ വീട്ടിൽ വെള്ളമടിക്കാൻ വേണ്ടി കയറിയ ചെറുപ്പക്കാരാണ് ജനലിന്റെ ഉള്ളിലൂടെ നോക്കിയപ്പോൾ അസ്ഥികൂടം മാത്രമായ ആ ശരീരം കണ്ടത്. ജയിലിൽ തൂക്കിക്കൊല്ലുന്ന തരം കയറുപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തത്. കഴുത്തിലെ സ്വർണ്ണക്കുരിശുമാലയും കയ്യിലെ ബ്രേസ്ലെറ്റും കണ്ടാണ് ഇത് അയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. പോലീസ് അന്വേഷിച്ചപ്പോൾ ആ വീട് ഒരു കുഞ്ഞുകൃഷ്ണപിള്ളയുടെ പേരിലായിരുന്നു. അന്വേഷിച്ചപ്പോൾ കുഞ്ഞുകൃഷ്ണപിള്ള എന്ന മനുഷ്യൻ ഒരു വൃദ്ധസദനത്തിലായിരുന്നു. അയാൾക്ക് ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് അറിയുകയുമില്ലായിരുന്നു. കൂടാതെ ഡെഡ് ബോഡിയുടെ സമീപത്തു നിന്നും ഒരു കാസ്ട്രേറ്റർ കിട്ടിയിരുന്നു. കന്നുകാലികളുടെ വൃഷണം ഞെരിച്ച് ലൈംഗിക ശേഷി ഇല്ലാതാക്കുന്ന ടൂൾ. സ്വാഭാവികമായും ഇതൊരു ആത്മഹത്യയായി കരുതി FIR അവസാനിപ്പിച്ചു. 2019 ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഇതുപോലെ ഒരു സംഭവം. ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ആരും തിരിച്ചറിയാതെ ജഡം അഴുകി ദ്രവിച്ചു. പക്ഷേ അയാളുടെ കയ്യിലെ ബ്രേസ്ലെറ്റും മറ്റു തെളിവുകളും വെച്ച് ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി. ആത്മഹത്യ ചെയ്ത അപരിചിതൻ എന്ന രീതിയിൽ കേസ് ആരും ശ്രദ്ധിക്കാതെ പോയി. അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് ഒരു കസ്ട്രേറ്റർ. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു സംഭവം നടന്നു. അയാൾ കഴിഞ്ഞ 5 വർഷമായി ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അയാളുടെ വലതുകാലിൻ്റെ എല്ലിൽ പൊട്ടലുണ്ടായിരുന്നു. കമ്പിയിട്ടിട്ടുണ്ട്. അസ്ഥികൂടത്തിൽ നിന്നും അത് വ്യക്തമായി. പരിസരവാസികളിൽ നിന്നറിഞ്ഞ ലക്ഷണം വെച്ച് ഒരേയാൾ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ 3 വ്യത്യസ്ത സമയങ്ങളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിത് സ്ട്രേഞ്ചായി തോന്നിയില്ലേ? എനിക്ക് തോന്നി. തിരുവനന്തപുരത്ത് ഞാൻ അന്വേഷണം നടത്തി പുറത്തിറങ്ങിയ നിമിഷം എനിക്ക് അവൻ്റെ ഫോൺ കോൾ വന്നു, പ്രതിയുടെ. അതൊരു വെല്ലുവിളിയായിരുന്നു. എനിക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളെ ഇവിടെ വേണം. കഴിയുന്നിടത്തോളം ഡീറ്റെയിൽസുമായിട്ട്. അജ്ഞാതരായ 3 ജഡങ്ങളുടെ അഡ്രസ്സ് എനിക്ക് കിട്ടണം നാളെ. കോശിയും ജെയിംസും സല്യൂട്ട് ചെയ്തിറങ്ങി. ജെയിംസ് ഫയൽ കയ്യിൽ വാങ്ങിച്ചു. രാത്രി 10 മണി. വോൾഗ ബാറിന്റെ പുറത്ത് ജീപ്പിലിരിക്കുകയായിരുന്നു സുജിത്. സോമൻ സാർ പതിവ് പോലെ ചെറിയൊരു ആട്ടത്തോടെ ജീപ്പിൽ കയറി. നീ എന്തെങ്കിലും കഴിച്ചോടാ? ഓ വേണ്ട സാറേ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. ജീപ്പിൽ നിന്നിറങ്ങിയ സോമൻ പതിവ് ചോദ്യം തെറ്റിച്ചില്ല. ചെന്നപാടെ അയാൾ കട്ടിലേക്ക് വീണു. ഫോണിന്റെ ബെല്ലടി ശബ്ദം കേട്ടാണ് അയാൾ എഴുന്നേറ്റത്. ലൈറ്റിട്ട് നോക്കി. മണി 1:30. ജെയിംസിന്റെ ഫോണാണ്. ഉറക്കച്ചടവും ലഹരി പൂർണ്ണമായി വിട്ടുമാറാത്ത അവസ്ഥയുമായി അയാൾ ഫോണെടുത്തു. സാറേ, ഞാൻ ആ ഫയൽ മുഴുവനും നോക്കി. എനിക്കിതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലായി സാറേ. ഞാൻ അങ്ങോട്ട് വരട്ടെ? അടിച്ച കള്ളിൻ്റെ കെട്ട് ഇറങ്ങിയ പോലെ തോന്നി സോമന്. ആ, നീ ഇങ്ങോട്ട് വാ. പറ്റുമെങ്കിൽ കോശിയെ കൂടി വിളിച്ചോ. ഫോൺ കട്ടാക്കിയ ശേഷം സോമൻ എഴുന്നേറ്റു. അടുക്കളയിലെ ഫ്രിഡ്ജിൽ അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. രസം. നല്ല വാടൻ പുളി കൊണ്ടുണ്ടാക്കിയ രസം കെട്ടുവിടാൻ ബെസ്റ്റാണ്. മദ്യപാനം തൻ്റെ വീക്ക്നെസ് ആണെന്നും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും അറിയാവുന്നതുകൊണ്ട് നല്ല കുരുമുളകിട്ട രസം അയാൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് രസം കുടിച്ച ശേഷം നേരെ ഷവറിൻ്റെ അടിയിൽ പോയി നിന്നു. തണുത്ത സൂചികൾ പോലെ വെള്ളം ശരീരത്തിൽ പതിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു.
എൻ്റെ പൊന്നു സാറേ, ഈ നട്ടപ്പാതിരയ്ക്ക് വിളിച്ചുണർത്തുന്ന ശീലം സാറിനത്ര നല്ലതല്ല. ചെറിയ പരിഭവത്തോടെ കോശി പറഞ്ഞു. ജെയിംസ് കസേരയിലിരുന്നു. സാറേ, ഞാൻ ആ ഫയലുകൾ മുഴുവൻ വായിച്ചു. എനിക്കതിൽ രസകരമായി തോന്നിയ സംഭവം ആ കാസ്ട്രേറ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അത് ആകസ്മികമായി വന്നതാണ് എന്ന് കരുതുന്നില്ല. അതിൻ്റെ സാന്നിധ്യം മനഃപൂർവ്വമാണ്. പ്രതിയുടെ ലക്ഷ്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഊരും പേരും അഡ്രസ്സും നാട്ടുകാർക്കറിയാത്ത, ആരുമായി സഹകരണമില്ലാത്ത ആൾക്കാരാകുമെന്ന് കരുതാം. മരണം നടന്ന സ്ഥലങ്ങളിലെ കുരുക്ക് ശരിക്കും വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരുതരം കുരുക്കാണ്. ആരാച്ചാർമാർ ഉണ്ടാക്കുന്ന കുരുക്ക്. അങ്ങനെയാണ് ഞാനൊന്ന് ചിന്തിച്ചത്. 3 മരണങ്ങളും നടന്നിരിക്കുന്നത് ജയിലിൻ്റെ പരിസരത്താണ്. വിയൂർ ജയിൽ ഉൾപ്പെടുന്ന വിയൂർ സ്റ്റേഷൻ അതിർത്തിയിലാണ് ആദ്യ കൊലപാതകം. കാക്കനാടും തിരുവനന്തപുരവും അതുപോലെ തന്നെ. സാറേ, പ്രതി ഈ 3 ജയിലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ അയാൾ ഒരു സാഡിസ്റ്റാണ്. കൊല്ലുന്നതിന് മുമ്പ് ഇരയുടെ വൃഷണം ചതച്ച് വേദനിപ്പിച്ച് അയാളെ ഷണ്ടനാക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാൾ. അതല്ലെങ്കിൽ മറ്റെന്തോ സൂചനയുണ്ട് അതിൽ. മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ അത്യാവശ്യം പഴക്കമുണ്ടായിരുന്നതുകൊണ്ട് ആ മരണം നടന്ന കൃത്യദിവസം അറിയാൻ കഴിയില്ല. ഏകദേശ രൂപം മാത്രമേ കിട്ടൂ. അതുകൊണ്ട് നമുക്കുപയോഗമില്ല. ആ പഷ്ട്. ഇതാണെങ്കിൽ ഫോണിൽ പറഞ്ഞാൽ പോരായിരുന്നോ? അതും നേരം പുലർന്ന ശേഷം. കോശി തൻ്റെ ഇഷ്ടക്കുറവ് വ്യക്തമാക്കി. നോ, ഗുഡ് ജോബ് ജെയിംസ്. ഇതായിരുന്നു ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതും. സോമൻ തുടർന്നു. ജയിലുമായി ബന്ധപ്പെട്ട ആരോ ഇതിന് പിന്നിലുണ്ട്. ഒരു കാര്യം ചെയ്യണം. നാളെ നമുക്ക് 3 ടീമായി തിരിഞ്ഞ് ജയിലുകളിൽ ഒരു അന്വേഷണം നടത്തണം. ആ കാലയളവിൽ ജയിലിൽ നിന്ന് പുറത്തുപോയ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ജെയിംസ് എറണാകുളം പോയിക്കൂ. കോശി വിയ്യൂരും. ഞാൻ തിരുവനന്തപുരം നോക്കാം. എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് നാളെ 5 മണിക്കാണ്. അതിനു മുമ്പ് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കണം. പൂജപ്പുര സെൻട്രൽ ജയിലിലെ റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് പുറത്തിറങ്ങി ഒരു സിഗരറ്റ് കൊളുത്തി നിൽക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. സോമൻ സാർ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. പ്രൈവറ്റ് നമ്പർ. അയാളുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് താഴെ വീണു. സോമൻ സമയം നോക്കി. കൃത്യം 5 മണി. എന്തായി സാറേ, കിട്ടിയോ കാരണം? ഫോൺ കോൾ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ട് സോമൻ കാതോർത്തു. ഡാ പുന്നാര മോനെ, സോമനിട്ടുണ്ടാക്കല്ലേ. അവൻ്റെ ഒരു ചോദ്യോത്തര പങ്ക്തി. നീ നല്ല ഒന്നാന്തരം സാഡിസ്റ്റാണ്. ആൾക്കാരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ബ്ലഡി സൈക്കോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ കൊലപ്പെടുത്തി അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന മാനസിക രോഗി. ഇതല്ലാതെ വേറെന്ത് കാരണം? സിനിമയിൽ കാണുന്ന പോലെ പോലീസിനെ വിളിച്ചുണ്ടാക്കുന്നു. നിന്നെ ഞാൻ പൂട്ടുന്ന ദിവസം നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. കേട്ടോടാ? സോമൻ സാറിൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായ പോലെ. മറുവശത്ത് അല്പനേരം നിശബ്ദത. നിങ്ങളെന്നെ തീരെ നിരാശപ്പെടുത്തി കളഞ്ഞു സാർ. അത് സാഡിസമല്ല, തെളിവായിരുന്നു. ആ തൂക്കുകയർ അവർക്ക് വേണ്ടി നിയമം വിധിക്കാത്തതായിരുന്നു. അതുകൊണ്ട് വിധി ഞാൻ ഏറ്റെടുത്തു. നിങ്ങൾ അല്പമെങ്കിലും കഴിവുള്ള ആളായിരുന്നുവെങ്കിൽ എന്നെ ഇത്ര നിരാശനാക്കില്ലായിരുന്നു. ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ വിളിക്കുന്നത് വെറുതെയാണ് സോമൻ സാർ. അല്ലെങ്കിൽ നിങ്ങൾ മദ്യത്തിന് മുന്നിൽ നിങ്ങളുടെ കഴിവ് പണയം വെച്ചു. വാടകയ്ക്കെടുത്ത തലച്ചോറുകളല്ല, സ്വന്തം തലച്ചോറ് ഉപയോഗിക്കൂ സാർ. ഞാൻ നിങ്ങൾക്ക് അല്പസമയം കൂടി തരും. നാളെ 6 മണിക്ക് അടുത്ത മരണം നടക്കും. അതിന് തൊട്ടു മുമ്പ് ഞാൻ നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് ആ കൊലപാതകങ്ങൾ നടത്തിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഞാനത് ചെയ്യില്ല. കൂടാതെ തെളിവുകളോടെ നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങും. ബായ്. എടോ, താൻ ആരാണ്? തനിക്ക് എന്താ വേണ്ടത്? നീതി. ഇത്രയും പറഞ്ഞ് ഫോൺ കട്ടായി. നിരാശയോടെ സോമൻ വണ്ടിയുടെ ബോണറ്റിൽ അടിച്ചു. ഡ്രൈവർ സജിത് ഡോർ തുറന്നുകൊടുത്തു. അകത്ത് കയറി മിനറൽ വാട്ടർ ബോട്ടിലിൽ മിക്സ് ചെയ്ത് വെച്ച വോഡ്ക കുപ്പിയെടുത്ത് തുറന്നു. അപ്പോഴാണ് അഭിജിത്തിൻ്റെ വാക്കുകൾ അയാൾ ഓർത്തത്. അല്ലെങ്കിൽ മദ്യത്തിനു മുന്നിൽ തൻ്റെ കഴിവുകൾ പണയം വെച്ചു. സത്യമാണ്, താൻ ഈ കേസിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സോമൻ മദ്യക്കുപ്പി തറയിലേക്ക് കമഴ്ത്തി. ഇതെന്താ സാറേ, വോഡ്കയല്ലേ? കളയുന്നത് എന്തിനാ? ഡ്രൈവർ സജിത് ചോദിച്ചു. ആ,
ഇനി ആ പുന്നാരമോനെ പൂട്ടിയിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. മിനറൽ വാട്ടർ കൊണ്ട് മുഖം കഴുകി സോമൻ വണ്ടിയിൽ കയറി. ഫോണെടുത്ത് കോശിയോടും ജെയിംസിനോടും സംസാരിച്ചു. നേരെ ഓഫീസിലേക്ക് ചെന്നു. ക്യാബിനിൽ കയറിയതും വീണ്ടും ഫോൺ ബെല്ലടിച്ചു. സാറേ, അബ്ദു ആണ്. സാറിനെ അത്യാവശ്യമായി ഒന്ന് കാണണം. ഓഫീസിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? പിന്നെന്താ, 7 മണിവരെ ഞാൻ ഇവിടെ കാണും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അബ്ദു എത്തി. ഒപ്പം മറ്റൊരു പോലീസുകാരനുമുണ്ടായിരുന്നു. സർ, ഇത് ബിനോയ്. പുള്ളിക്കാരൻ ഇവിടുത്തെ പൂന്തുറ സ്റ്റേഷനിൽ CI ആണ്. ഇന്ന് അയാളുടെ സ്റ്റേഷനിൽ ഒരാൾ ചെന്നു. പേര് രാജേന്ദ്രൻ. ബാക്കി ബിനോയ് പറയും. അബ്ദു ബിനോയെ നോക്കി. സാറേ, ഈ രാജേന്ദ്രൻ 5 വർഷമായി അവിടെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. നാട്ടുകാരുമായൊന്നും വലിയ ബന്ധമില്ല. കഴിഞ്ഞ ദിവസം അയാൾ പുറത്തുപോയി വന്നപ്പോൾ ആരോ വീട്ടിൽ കയറിയതായി തോന്നിയിരുന്നു അത്രേ. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ പുസ്തകങ്ങളും പണിയായുധങ്ങളുമൊക്കെ ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. വണ്ടിയൊന്നും കൊണ്ടുവന്നതിൻ്റെ അടയാളമില്ല ആ പരിസരത്ത്. മാത്രമല്ല, പൂട്ട് കൊത്തിപ്പൊളിച്ചിട്ടുമില്ല. താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറിയ പോലെ. അബ്ദു എൻ്റെ ഫ്രണ്ടാണ്. ആകസ്മികമായി ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അബ്ദു ആണ് പറഞ്ഞത് സാറിനെ വന്ന് കാണാൻ. ബിനോയ് പറഞ്ഞു നിർത്തി. സോമൻ്റെ കണ്ണുകൾ വിടർന്നു. അയാൾ ചാടി എഴുന്നേറ്റ് ബിനോയുടെ കൈകൾ കവർന്നു. താങ്ക് യു ബിനോയ്, താങ്ക് യു സോ മച്ച്. ആ കൊലപാതകം നാളെ വൈകിട്ട് 6 മണിക്കാണ് അവൻ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാജേന്ദ്രൻ്റെ ജീവൻ അപകടത്തിലാണ്. പക്ഷേ അയാളെ നമുക്ക് ഈ ചൂണ്ടയിൽ കോർത്തുവെച്ചാൽ ആ ക്രിമിനലിനെ പിടിക്കാൻ കഴിയും. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. സാറേ, തൽക്കാലം 2 പോലീസുകാരെ ആ വീട്ടിൽ കാവൽ നിർത്തിയിട്ടുണ്ട്. ബാക്കി സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അബ്ദു പറഞ്ഞു. യൂണിഫോമിൽ വേണ്ട, മഫ്തിയിൽ മതി. അതും തീരെ സംശയം തോന്നാത്ത രീതിയിൽ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാനും കൂടെ വരാം. ഒരു സീരിയൽ കില്ലറിനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ജെയിംസ്, കോശി എന്നിവർ എത്തിച്ചേരാൻ ഇനിയും സമയമെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സോമൻ വേഗം ഷെൽഫിൽ നിന്ന് റിവോൾവർ എടുത്ത് പാൻസിൻ്റെ ഇടയിൽ തിരുകി. നിങ്ങൾ വിട്ടോ, ഞാൻ അവിടെ എത്തിക്കോളാം. ഒറ്റക്കാര്യം, പോലീസിന്റെ സാമീപ്യമുണ്ടെന്ന് ആ ക്രിമിനലിന് സംശയം തോന്നരുത്. സല്യൂട്ട് ചെയ്ത് അബ്ദുവും ബിനോയും ഇറങ്ങി. സജിത്തെ, ഒഫീഷ്യൽ വണ്ടി എടുക്കണ്ട. എൻ്റെ കോളേജ് എടുത്തോ. നമുക്ക് ഇന്ന് രാത്രി ഉറക്കമില്ല. സോമൻ സാർ ഡ്രൈവർ സജിത്തിനോട് പറഞ്ഞു. അധികം വൈകാതെ സോമന്റെ കോളേജ് കടൽത്തീര ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു. നല്ല വെയിൽ. കുറേ നേരമായിട്ടും വണ്ടിയൊന്നും വരുന്നില്ല. സുരേഷ് മെല്ലെ നടന്നു. അടുത്ത ജംഗ്ഷൻ വരെ നടക്കാം. ഇടയ്ക്ക് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ കയറിപ്പോകാമെന്ന് കരുതി മുന്നോട്ട് നടന്നു. ഡാ സുരേഷേ, എവിടേക്കാടാ? പിന്നിൽ നിന്ന് ഒരു വിളി കേട്ട് സുരേഷ് തിരിഞ്ഞു നോക്കി. ഒരു മധ്യവയസ്കൻ, ഷേവ് ചെയ്യാതെ നരച്ച താടിയൊക്കെയുള്ള ഒരാൾ, മുഷിഞ്ഞ ഷർട്ടും കള്ളിമുണ്ടും വേഷം. അയാൾ ഓടി വന്നു. ആ, നീ എന്താടാ ഇവിടെ? ആളിനെ മനസ്സിലാകാതെ സംശയത്തോടെ സുരേഷ് നോക്കി. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ രാജൻ. നമ്മൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നു. നീ വന്ന് ഒരാഴ്ചയ്ക്കകം ഞാൻ കാലാവധി കഴിഞ്ഞിറങ്ങി. നീ എവിടേക്കാ? ആലോചിച്ചിട്ട് ഈ മുഖം മനസ്സിൽ തെളിഞ്ഞില്ല. എങ്കിലും ജയിലിൽ നിരവധി പേരെ പരിചയപ്പെട്ടതുകൊണ്ട് അയാൾ അതിൽ ആരെങ്കിലും ആകുമെന്ന് സുരേഷിന് ഉറപ്പുണ്ടായിരുന്നു. രാജൻ തുടർന്നു. ഞാനേ നമ്മുടെ വാറുവിന് ഒരു പൊതി കൊടുക്കാൻ പോയതാ. മറ്റേതേ, കഞ്ചാവ്. പാവം, അവനിടയ്ക്കിടെ അത് കിട്ടാതെ പറ്റൂല. ജീവപര്യന്തല്ലേ. രാജനൊന്ന് ദീർഘനിശ്വാസം വിട്ടു. നീ ജയിലിലേക്ക് വരുമ്പോഴേ ഫേമസ് അല്ലായിരുന്നോ? വിവാദ നായകൻ. നല്ലോണം നടയടി കിട്ടിയെന്ന് കേട്ടിരുന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ നടന്നു. അല്ല സുരേ, നീ ആരെ കാണാനാ വന്നത്? ആരെയും കാണാനല്ല, ഞാൻ ഇതിനകത്തായിരുന്നു. ശിക്ഷാ കാലാവധി കഴിഞ്ഞു. നല്ല നടപ്പിന് ഇളവ് കിട്ടി. രാജന് അത്ഭുതമായി. പൊളിച്ചു. ഇനിയെന്താ പരിപാടി? ഒരു കാര്യം ചെയ്യാം. നീ ഇന്ന് എൻ്റെ കൂടെ തങ്ങിക്കോ. നമുക്ക് നല്ല ചെത്തുകള്ളും കൊള്ളിയും ബോട്ടിയുമൊക്കെ ആയിട്ട് ഇന്നിവിടെ അങ്ങ് കൂടാം. ഞാനും മര്യാദയ്ക്ക് 2 വിട്ടിട്ട് കുറേയായി.
സുരേഷിനും അത് നല്ലൊരു ആശയമായിട്ട് തോന്നി. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ഓരോ ചെറുതടിച്ചാലോ? പറ്റുമെങ്കിൽ വാറുവിന് കൊടുക്കാൻ ഞാനൊരെണ്ണം കൊണ്ടുവന്നു. ആ പോലീസുകാരൻ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് കുപ്പി കൊടുക്കാൻ പറ്റിയില്ല. സാധനം എൻ്റെ അരയിലുണ്ട്. രാജൻ മുണ്ടിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ച ഓൾഡ് കാസ്ക് റമ്മിൻ്റെ കുപ്പി കാണിച്ചു. സുരേഷിന് വല്ലാത്ത സന്തോഷം തോന്നി. കുറേ നാളായി മര്യാദയ്ക്ക് കള്ളു കുടിച്ചിട്ട്. നമുക്കേ ആ തെങ്ങുംപറമ്പിലേക്ക് പോകാം. അവിടെയാണേ അടിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ദാ ഇവിടെ തന്നെ, നടക്കാവുന്ന ദൂരേ ഉള്ളൂ. സുരേഷിനെയും കൂട്ടി രാജൻ നടന്നു. കുറച്ചു കഴിഞ്ഞ് അവർ അവിടെ എത്തി. തറയിൽ ചമ്രം പടഞ്ഞിരുന്നു സുരേഷ്. ഈ വീടെങ്ങനെ ഒപ്പിച്ചു? കൊള്ളാലോ, കിടു സെറ്റപ്പ്. ഇത് നമ്മുടെ പരിചയക്കാരനെ നോക്കാനേൽപ്പിച്ച സ്ഥലമാണ്. താക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. അത്യാവശ്യം നമ്മുടെ ഗോഡൗണാണ്. അടുക്കളയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് കഴുകി മുന്നിൽ വെച്ചു. കൈമുട്ടുകൊണ്ട് കുപ്പിയുടെ പിന്നിൽ ഒരു തട്ട് കൊടുത്ത് തുറന്ന ഗ്ലാസ്സിലേക്ക് ഒരു 90 മില്ലി ഒഴിച്ചു. വെള്ളവും ചേർത്ത് രാജൻ സുരേഷിന് നേരെ നീട്ടി. നീ ഇതങ്ങ് വീശ്. ഗ്ലാസ് ഒന്നേ ഉള്ളൂ, അടുത്ത റൗണ്ട് ഞാനടിക്കാം. സുരേഷ് ഗ്ലാസ് വാങ്ങി വായിലേക്ക് കമിഴ്ത്തി. അല്ലട സുരേഷേ, ശരിക്കും ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നപ്പോൾ നിനക്കൊട്ടും കുറ്റബോധം തോന്നിയില്ലേ? രാജന്റെ ശബ്ദത്തിൽ എന്തോ മാറ്റമുള്ളതുപോലെ തോന്നി സുരേഷിന്. കുറെ നാളായതിനു ശേഷം ആദ്യമായി കുടിച്ചതുകൊണ്ടാകും തലയ്ക്ക് പിടിച്ചിരുന്നു. നന്നായി തലകറങ്ങുന്നു. നീ അടിക്കുന്നില്ലേ? സുരേഷ് ഗ്ലാസ് എടുത്ത് രാജന് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. കൈയുടെ ബലം പോകുന്നത് പോലെ ഗ്ലാസ് താഴെ വീണു. രാജൻ ചിരിച്ചു. ഇല്ലടാ, ഞാൻ കുടിക്കുന്നില്ല. അത് റമ്മു മാത്രമല്ല, നല്ല ഒന്നാന്തരം മയക്കുമരുന്ന് അതിലുണ്ട്. നീയൊന്ന് മയങ്ങിക്കോ. അവസാനത്തെ മയക്കത്തിന് മുമ്പുള്ള ചെറിയ മയക്കം. കണ്ണുകൾ മെല്ലെ അടഞ്ഞു വരുമ്പോൾ സുരേഷ് കണ്ടു. മേലെ ഉത്തരത്തിലൊരു കുരുക്ക്, കൊലക്കുരുക്ക്. രാത്രി 10 മണി. പൂന്തുറ സ്റ്റേഷന്റെ പരിധിയിൽ ഭീമാപള്ളിക്കടുത്തുള്ള ഒറ്റപ്പെട്ട വീട്. അതിനടുത്തായി റോഡിൽ പാർക്ക് ചെയ്ത വെള്ള ടൊയോട്ട കോളിസ്. റോഡിലെങ്ങും വെളിച്ചമില്ല. സാറേ, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം, ഡ്രൈവർ സജിത്ത് മെല്ലെ പറഞ്ഞു. സജിത്തെ, പിറകിൽ വെള്ളക്കുപ്പി ഇരിപ്പുണ്ട്. അത്യാവശ്യമാണെങ്കിൽ നീ ശബ്ദമുണ്ടാക്കാതെ പിറകിലിറങ്ങി കുപ്പിയിൽ കാര്യം സാധിച്ചു. സജിത്ത് ദീർഘനിശ്വാസം വിട്ടു. അപ്പോൾ നാളെ വൈകിട്ട് 6 മണി വരെ ഇവിടെ ഇരിക്കാനാണോ? നേരം വെളുക്കുന്നത് വരെ ഇവിടെ വേണം. റിസ്ക് എടുക്കാൻ പറ്റില്ല. ഗേറ്റിനുള്ളിൽ 2 പോലീസുകാർ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സീറ്റ് പിന്നിലേക്ക് താഴ്ത്തി വെച്ച് സജിത്ത് ഉറക്കം തുടങ്ങി. ബൈനോക്കുലറിലൂടെ കണ്ണുനട്ട് സോമൻ ഉറങ്ങാതെ കാത്തിരുന്നു. 6 മണിയായപ്പോൾ കോശി ബൈക്കിലെത്തി. സജിത്തിനെ തട്ടി വിളിച്ചു. കാർ അല്പം പിന്നിലേക്ക് മാറ്റി നിർത്തി അവർ സംസാരിച്ചു. ഡ്യൂട്ടിക്ക് നിന്ന പോലീസുകാർ പൊസിഷൻ മാറ്റി. കോശി അവിടെ നിർത്തി സോമൻ സാർ വീട്ടിലേക്ക് പോയി റെഡിയായി. അപ്പോഴേക്കും ജെയിംസിന്റെ ഫോൺ വന്നു. സാറേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേസിൽ നല്ലൊരു ബ്രേക്ക് ത്രൂ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടതോ നമ്മൾ അറിഞ്ഞതോ അല്ല സത്യം. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ജെയിംസ്, നിങ്ങളിവിടെ എത്തുന്ന സമയം കൊണ്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. എന്തായാലും ആ ക്രിമിനലിനെ ഇന്ന് ഞാൻ പൂട്ടും. ജെയിംസ് വേഗം വന്നോളൂ, ബാക്കി നേരിട്ട് പറയാം. 1 മണിക്കൂറിനുള്ളിൽ പല്ല് തേച്ച് കുളിച്ച് റെഡിയായി സോമൻ സിറ്റ് ഔട്ടിൽ വന്നു. അപ്പോഴേക്കും സോമന്റെ ഫോൺ ബെല്ലടിച്ചു. സാറേ, കോശിയ. ആ വീട്ടിൽ താമസിക്കുന്ന ആൾ രാജേന്ദ്രൻ. അയാൾ റെഡിയായി പുറത്തേക്കിറങ്ങി നടന്നു പോകുന്നുണ്ട്. ഞാൻ അല്പം ദൂരെയായി അയാളെ ഫോളോ ചെയ്യുകയാണ്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ അയാളുടെ പുരയിടത്തിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട് സാർ, അവർ അവിടെയുണ്ട്. സാറേ, അയാളൊരു ഓട്ടോയിൽ കയറി പൂന്തുറ ഭാഗത്തേക്ക് പോവുകയാണ്. ഞാൻ ഫോളോ ചെയ്യാം. സോമൻ ചാടിയിറങ്ങി. സജിത്ത് വണ്ടിയെടുത്തു. നേരെ പൂന്തുറ ഭാഗത്തേക്ക് വിട്. അല്പസമയം കഴിഞ്ഞ് കോശി വിളിച്ചു. സാറേ, അയാൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. സാറ് മെല്ലെ വന്നാൽ മതി. അയാളെ ആരും പിന്തുടരുന്നില്ല എന്നുറപ്പാണ്. വണ്ടി പൂന്തുറ സ്റ്റേഷനിലേക്ക് വിട്, സജിത്തിനോട് കോശി പറഞ്ഞു. കോളിസ് അല്പസമയത്തിനകം സ്റ്റേഷന് പുറത്തെത്തി. CIയുടെ മുറിയിൽ അയാൾ ഉണ്ടായിരുന്നു, രാജേന്ദ്രൻ. കയ്യിൽ രഹസ്യങ്ങളുടെ തെളിവുകൾ അടങ്ങുന്ന ഒരു കവറുമായിട്ട്. ജയിലിന്റെ ഗേറ്റ് കടന്ന് തോമ ഒന്ന് തിരിഞ്ഞു നോക്കി.
തൻ്റെ 10 വർഷങ്ങൾ കവർന്നെടുത്ത സ്ഥലം. തോമ ഒന്ന് നീട്ടിത്തുപ്പി. തോമാച്ചോ! ഒരു വിളി കേട്ട് തോമ വലതുവശത്തേക്ക് തിരിഞ്ഞു. ഒരു വെള്ള മാരുതി വാൻ. അതിൻ്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന മധ്യവയസ്കൻ. എന്നാ വരുന്നില്ലയോ? അയാൾ പുറത്തേക്കിറങ്ങി തോമയുടെ അടുത്തെത്തി. തോമാച്ചായന് എന്നെ മനസ്സിലായില്ലയോ? ഞാൻ സാബു, കവലയിലുള്ളതാ. നമ്മൾ ഒരേ ഇടവകയാ. ഞാൻ തോമാച്ചായനെ കണ്ടിട്ടുണ്ട്. കുറേ കൊല്ലം ഞാൻ ഗുജറാത്തിലായിരുന്നു, നമ്മുടെ ഇളയപ്പൻ്റെ ടയർ കടയിൽ. നാട്ടിൽ വന്നത് തോമാച്ചാൻ ജയിലിൽ പോയ ശേഷം. അതാ എന്നെ വലിയ പരിചയമില്ലാത്തെ. അപ്പച്ചൻ പറഞ്ഞു വിട്ടതാ തോമാച്ചായനെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ. നേരെ വീട്ടിലേക്ക് തന്നെ ചെല്ലണമെന്നാ പറഞ്ഞേക്കുന്നേ. തോമയ്ക്ക് അത്ഭുതം തോന്നി. തന്നെ പോലീസ് പിടിച്ച ശേഷം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത, കേസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും സഹായിക്കാത്ത അപ്പച്ചൻ വണ്ടി വിട്ടേക്കുന്നു. ആ തോമാച്ചാൻ കയറുന്നേ, ബാക്കി പോകുന്ന വഴിക്ക് സംസാരിക്കാം. എന്നാ ചൂടാ. അയാൾ ഡോർ തുറന്നു കൊടുത്തു. തോമ സീറ്റിലിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. എന്നതാടാ ഇത്? ഇത് ആണിയാണോ? ഒന്നുകൂടി പരിശോധിച്ചിട്ട് അയാൾ സീറ്റിൽ അമർന്നിരുന്നു. അയ്യോ സോറി ചേട്ടായി, ആ സീറ്റിൽ വല്ല സ്പ്രിങ്ങും ഇളകിക്കിടന്ന് കാണും. സാബു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞു കാണും. എനിക്ക് തലകറങ്ങുന്നു സാബു, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. തോമയുടെ ശബ്ദം ക്ഷീണിച്ചിരുന്നു. ആ കേറും, അധികം താമസിയാതെ നീ മയങ്ങും തോമേ. നീ ഇരുന്നപ്പോൾ പുറകിൽ കൊണ്ടത് സൂചിയാ. അതിലുള്ള മരുന്നും നിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ മയക്കാണ്. നീ മയങ്ങിക്കോ. ഒരു ചിരിയോടെ ഡ്രൈവർ പറഞ്ഞു. മാരുതി അധികം ജനപ്പാർപ്പില്ലാത്ത റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങി. സോമനെ കണ്ട് ബിനോയ് എഴുന്നേറ്റ് സല്യൂട്ട് കൊടുത്ത് തൻ്റെ കസേര സോമൻ ഒഴിഞ്ഞുകൊടുത്തു. രാജേന്ദ്രൻ എഴുന്നേറ്റു. സോമൻ ഗൗരവത്തോടെ അയാളെ നോക്കി. തൻ്റെ നാടെവിടെയാ? താനെന്തിനാ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? ആരാ തൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത്? സാറേ, എൻ്റെ വീട് മലപ്പുറത്താണ്. ഭാര്യ കുറേ കൊല്ലം മുമ്പ് എന്നെ ഉപേക്ഷിച്ച് പോയതാ. മകളും മരിച്ചു. പിന്നീട് കുറേ നാൾ മാനസികമായി തകരാറിലായിരുന്നു. ഡിപ്രഷൻ കൂടി. അതിനുശേഷം ഞാനൊരു അനാഥാലയത്തിലായിരുന്നു. എനിക്ക് ഇച്ചിരി പടം വരപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ബോർഡ് എഴുതാനൊക്കെ പോകാറുണ്ട്. ആ സമയത്ത് ഒരിക്കലൊരു സാർ എന്നെ കാണാൻ വന്നു. എൻ്റെ പടങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ തന്നിട്ട് അതുപോലെ വരച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിയാണ് എനിക്ക് ഈ വീടെടുത്തു തന്നത്. വരയ്ക്കാനായിട്ടേ. എനിക്കും ഏകാന്തത ഇഷ്ടമായിരുന്നു. പടം വരച്ചു കഴിഞ്ഞപ്പോഴും ആ സാറിനോട് ഈ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. എന്നെ അറിയാവുന്നവർ ഇടയ്ക്കിടെ എന്നെ വിളിക്കും, പടങ്ങൾ വരപ്പിക്കും. അതാണ് എൻ്റെ വരുമാന മാർഗം. അധികം ആരോടും സംസാരിക്കാനൊന്നും എനിക്കിഷ്ടമല്ല സാറേ, രാജേന്ദ്രൻ പറഞ്ഞു നിർത്തി. അയാളുടെ പേര് നിങ്ങൾക്കറിയാമോ? ഈ വീടെടുത്ത് തന്ന സാറിൻ്റെ? സോമൻ ചോദിച്ചു. മോഹൻ എന്നാണ് സാറേ, മോഹൻ കുമാർ. കൂടുതലൊന്നും അറിയില്ല. കഴിഞ്ഞ തവണ സാർ ഇവിടെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് മറന്ന ഒരു കവറുണ്ട്. ദാ ഇത്. രാജേന്ദ്രൻ ഒരു കടലാസ് കവർ സോമന് കൈമാറി. സോമൻ അത് തുറന്നു നോക്കി. 1 വർഷം പഴക്കമുള്ള ഒരു ബില്ലാണ്. തിരുവനന്തപുരം എലൈറ്റ് ഹോട്ടലിലെ റൂമിൻ്റെ ബില്ല്. മോഹൻ കുമാർ, എവർഗ്രീൻ വില്ല, വർക്കല എന്ന അഡ്രസ്സിൽ. ഗുഡ്. നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയിക്കോളൂ. പുറത്ത് പോലീസ് കാവലുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ഉറക്കെ ഒന്ന് വിളിച്ചാൽ മതി. പോലീസ് കൂടെയുണ്ടാകും. അയാൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തിരികെ വീട്ടിലേക്ക് പോയി. സോമൻ സാർ സൈബർ സെല്ലിലെ വിനോദിനെ വിളിച്ചു. വിനോദേ, എനിക്ക് ഏത് നിമിഷവും ഒരു കോൾ വരാൻ സാധ്യതയുണ്ട്. ആ കോളിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. അതുപോലെ വേറെ എന്തെങ്കിലും നമ്പറിലേക്ക് കോൾ പോകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോഴാണ് കോശി സോമൻ്റെ അടുത്തേക്ക് വന്നത്. സാറേ, ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ജെയിംസിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. സാറിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ലോറിയും ബൈക്കുമായി കൂട്ടിയിടിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചത്. സോമൻ സിഗരറ്റ് കൊളുത്തി. തൽക്കാലം ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ജെയിംസിൻ്റെ കാര്യം നോക്കാം. കോശി, ആ പറഞ്ഞ അഡ്രസ്സിൽ തിരക്കണം. ആളവിടെയുണ്ടെങ്കിൽ ലോക്കൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അയാളെ നിരീക്ഷിക്കാൻ പറയണം. അയാളവിടെ ഇല്ലെങ്കിൽ ആ വീട് സെർച്ച് ചെയ്യാൻ പറയണം. ഓക്കെ സാർ.
കോശി സല്യൂട്ട് ചെയ്ത് ഫോൺ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. സമയം 5 മണി. രാജേന്ദ്രന്റെ വീടിന് വെളിയിൽ അല്പം ദൂരെ പാർക്ക് ചെയ്ത കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു സോമൻ. കയ്യിൽ ബൈനോക്കുലറുണ്ട്. പിൻസീറ്റിൽ കോശി ഇരിപ്പുണ്ട്. CI ബിനോയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 100 മീറ്റർ അകലെയായി പോലീസ് ജീപ്പിൽ എന്തിനും തയ്യാറായി ഒരു സംഘം കാത്തിരിക്കുന്നു. പൊടുന്നനെ മഴ തുടങ്ങി. ശക്തമായ മഴ. പണി കിട്ടിയല്ലോ സാറേ, കോശി പറഞ്ഞു. പെട്ടെന്ന് സോമൻ സാറിന്റെ ഫോൺ ശബ്ദിച്ചു. ഒരു പ്രൈവറ്റ് നമ്പർ. സോമൻ ലൗഡ് സ്പീക്കറിലിട്ടു. നിങ്ങൾ മിടുക്കനായതുകൊണ്ടല്ല സോമൻ സാറേ, ഇയാളെന്നെ ചതിച്ചതുകൊണ്ടാണ്. നിങ്ങൾ ജയിച്ചു എന്ന് കരുതുന്നുണ്ടോ? ജയിക്കുന്നത് ഞാനായിരിക്കും. എന്നെ ജീവനോടെ നിങ്ങൾക്ക് കിട്ടില്ല സാറേ. അപ്പോഴേക്കും ഒരു വെടിയൊച്ച കേട്ടു. ഫോൺ കട്ടായി. സോമൻ കണ്ണു കാണിച്ചു. കോശി ചാടിയിറങ്ങി, വിസിലൂതി. നിമിഷങ്ങൾക്കകം പോലീസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. വാതിലകത്തു നിന്ന് ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു. ചവിട്ടി പൊളിക്കരുതീശേ, ബിനോയ് അലറി. ഒരു പോലീസുകാരൻ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. പിന്നാലെ സോമൻ സാറും. അവിടെ കണ്ട കാഴ്ച കണ്ട് അവർ ഞെട്ടിത്തരിച്ചു നിന്നു. അകത്തെ മുറിയിൽ ഉത്തരത്തിൽ കൊളുത്തിയ കുരുക്കിൽ തൂങ്ങിയാടുന്ന രാജേന്ദ്രൻ. അയാളുടെ കണ്ണുകൾ തുറിച്ച് ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ടായിരുന്നു. തറയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരാൾ. അയാളുടെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ടായിരുന്നു. തലയിൽ വെടിയേറ്റ പാട്. ജീവനില്ല എന്നുറപ്പായി. കോശി ഓടിച്ചെന്ന് രാജേന്ദ്രന്റെ കാലിൽ പിടിച്ചുയർത്തി. 2 പോലീസുകാർ ആ കയർക്കുരുക്ക് കട്ട് ചെയ്തു. രാജേന്ദ്രനെ താഴെ ഇറക്കിയപ്പോഴേക്കും അയാളുടെ ബോധം മറഞ്ഞു കഴിഞ്ഞു. സോമൻ മരിച്ചു കിടക്കുന്ന ആളിനെ പരിശോധിക്കുകയായിരുന്നു. അയാൾ സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് സോമന് മനസ്സിലായി. തറയിൽ ഒരു കസേര മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരിക്കണം അയാൾ രാജേന്ദ്രനെ കൊണ്ട് കൊലക്കയർ കഴുത്തിലിടിയിച്ചത്. അപ്പോഴേക്കും രാജേന്ദ്രൻ അയാളോട് പോലീസ് വീട് വളഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടാകും. പിന്നീട് അയാൾ തന്നെ ഫോൺ ചെയ്ത ശേഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. അയാളുടെ പാൻസിന്റെ പിൻപോക്കറ്റിൽ നിന്ന് കിട്ടിയ പേഴ്സിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നു. അതിലെ പേര് സോമൻ വായിച്ചു. മോഹൻ കുമാർ. അപ്പോഴേക്കും ആംബുലൻസ് എത്തി. രാജേന്ദ്രനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോലീസുകാർ മറ്റു നടപടിക്രമങ്ങൾ ആരംഭിച്ചു. എന്നാലും നമ്മുടെ കണ്ണുവെട്ടിച്ച് ഇവൻ എങ്ങനെ വന്നു? കോശി ചോദിച്ചു. ഈ വീടിന്റെ പിന്നിൽ കടലാണ്. അതുകൊണ്ട് ആ വഴി ആരും വരില്ല എന്ന നിഗമനത്തിൽ അവിടെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് ആളെ കിട്ടിയിരുന്നില്ല. മാത്രമല്ല മഴയുണ്ടായിരുന്നു. അവൻ പിന്നിലൂടെ വന്നത് നമ്മൾ അറിഞ്ഞില്ല, ബിനോയ് പറഞ്ഞു. സോമൻ പുറത്തിറങ്ങി ഒരു സിഗരറ്റിന് തീ കൊളുത്തി. കോശി അടുത്തു വന്നു. സാറേ, സംഗതി ഏതാണ്ട് സെറ്റാണ്. ഇയാൾ പോലീസുകാരനായിരുന്നു. ക്രിമിനൽ സ്വഭാവം കൊണ്ട് ജോലി പോയി. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വെണ്ടിക്ക വലിപ്പത്തിലെ തലക്കെട്ട് വന്നു. സീരിയൽ കില്ലർ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ആഹാ, നല്ല ഉഗ്രൻ ന്യൂസ്. അവൻ ആത്മഹത്യ ചെയ്തതിന് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്. സബാഷ്. കോശി കൈകൊട്ടി ചിരിച്ചു. അവർ സോമൻ സാറിന്റെ വീട്ടിലായിരുന്നു. പൊട്ടിച്ച വോഡ്ക 7-അപ്പിൽ മിക്സ് ചെയ്ത് സിപ്പ് സിപ്പായി കുടിക്കുകയായിരുന്നു സോമൻ. സാറേ, അയാളുടെ വീട് സെർച്ച് ചെയ്തു. ഈ മോഹൻകുമാറിന്റെ ആള് പഴയ പോലീസുകാരനായിരുന്നു. ഒരു കേസിൽ അയാൾ തെളിവ് നശിപ്പിച്ചു പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു. അങ്ങനെ ജോലി പോയി. പിന്നെ വർക്കല എന്തോ റിസോർട്ട് ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. നല്ല ഒന്നാന്തരം ജങ്കി. കഞ്ചാവ് മാത്രമല്ല, മറ്റേ സ്റ്റാമ്പ് ഉൾപ്പെടെ എല്ലാ ലഹരിക്കും അടിമയാണ്. ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച തോക്ക് ഇയാൾ പണ്ട് ജോലി ചെയ്ത സ്റ്റേഷനിൽ നിന്ന് മോഷണം പോയ സർവീസ് റിവോൾവർ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ ആ കൊലപാതകം നടന്ന 3 വീടുകളുടെയും ആധാരം ലഭിച്ചു. എന്നാലും വല്ലാത്തൊരു സൈക്കോ തന്നെ. അനാഥരായ മധ്യവയസ്കരെ വീടെടുത്ത് താമസിപ്പിക്കുക, എന്നിട്ട് 4-5 വർഷം വളർത്തിയ ശേഷം അവരെ കൊന്നുകളയുക. ഒരു കൊല നടത്താൻ ഇത്രയും പണച്ചെലവ്? ഇയാൾക്ക് ശരിക്കും ഭ്രാന്താണ്. അപ്പോഴേക്കും കോളിംഗ് ബെൽ ശബ്ദിച്ചു. ബിനോയ് ആയിരുന്നു. ആ ബിനോയ്, വാടോ. ഒരെണ്ണം ഒഴിക്കട്ടെ, ചെറുത്? സോമൻ ചോദിച്ചു. വേണ്ട സാറേ, ഡ്യൂട്ടി സമയമാണ്. സാറേ, രാജേന്ദ്രന്റെ മൊഴിയെടുത്തു. നമ്മൾ കരുതിയ പോലെ തന്നെ പിൻവശത്തെ വാതിൽ വഴി അകത്ത് കയറിയ മോഹൻ
രാജേന്ദ്രനെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അയാളെക്കൊണ്ട് കഴുത്തിൽ കുരുക്കിടിച്ചു. അപ്പോൾ രാജേന്ദ്രൻ മോഹനോട് പോലീസ് വീട് വളഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു. മോഹൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. എന്നിട്ട് സ്വയം വെടിവെച്ച് മരിച്ചു. അതിനു മുമ്പ് രാജേന്ദ്രൻ നിന്ന കസേര തട്ടിയെറിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. ആ കോൾ വന്നത് സാറിന് തന്നെയായിരുന്നു, കോശി കൂട്ടിച്ചേർത്തു. സാർ, അയാളുടെ വീട്ടിൽ നടത്തിയ സെർച്ചിൽ പല രേഖകൾ കണ്ടെത്തി. ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ കൊലപാതകങ്ങളിലേക്ക് നീളുന്ന തെളിവുകൾ. ഇയാൾ പണ്ട് പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിക്കൊന്ന കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ നശിപ്പിച്ച കേസിലാണ് ഇങ്ങേരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയത്. ആ കേസിൽ തെളിവിന്റെ അഭാവം കൊണ്ട് 2 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. അതിലൊരാൾ പിന്നീട് നാടുവിട്ടുപോയി, ഒരാൾ ആത്മഹത്യ ചെയ്തു. കൊലപാതകത്തോട് ആസക്തിയുള്ള ചില കുറ്റവാളികൾ കൊലപാതകത്തിന്റെ ചില സുവനീർ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അതുപോലെ ഇയാളുടെ വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് ആ പഴയ 3 കൊലപാതകങ്ങളുടെ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിലും എറണാകുളത്തും ഇയാൾ താമസിച്ച ലോഡ്ജിലെ സ്വന്തം പേരുള്ള ബില്ലടക്കം അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇയാളാണ് ആ 3 മരണങ്ങൾക്ക് പിന്നിലുമുള്ളതെന്ന് സംശയമില്ലാതെ തെളിയിക്കാൻ വേണ്ട തെളിവുകളാണ്. പെട്ടെന്ന് ഏതോ ഒരു വണ്ടി വന്നു നിന്നു. അതിൽ നിന്ന് ജെയിംസ് ഇറങ്ങി. വലതുകാലിൽ ബാൻഡേജ് ഇട്ടിരുന്നു. ഒരു വടി കുത്തിപ്പിടിച്ചാണ് അയാൾ നടന്നു വന്നത്. ശരീരം മുഴുവൻ അപകടത്തിന്റെ അടയാളം പോലെ മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. കോശി അയാളെ താങ്ങിപ്പിടിച്ച് കസേരയിലിരുത്തി. ജെയിംസ്, വാടോ. ആ സീരിയൽ കില്ലറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. താൻ വായിച്ചില്ലേ? സോമൻ മദ്യം ഒരിറക്കാക്കത്താക്കിക്കൊണ്ട് പറഞ്ഞു. വായിച്ചു സാർ. അതാണ് ഞാൻ നേരിട്ട് വന്നത്. ആക്സിഡന്റിൽ എൻ്റെ ഫോൺ കംപ്ലൈൻ്റായി. സാർ, നമുക്ക് ചെറുതായൊന്ന് പിഴച്ചോ എന്ന് സംശയമുണ്ട്. അമ്പരപ്പോടെ സോമൻ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. എന്താ ജെയിംസ്, എന്തു പറ്റി? പറയാം സാർ. ഇത് നമ്മൾ ഉദ്ദേശിച്ച കഥയല്ല. അയാൾ ആദ്യം സാറിനോട് ചോദിച്ച ചോദ്യമാണ് പ്രസക്തമായത്. എന്തിന്? ആ ചോദ്യം നമ്മൾ വളരെ പ്രജുഡിസ്റ്റിക് എടുത്തു. കഴിച്ച മദ്യത്തിന്റെ കെട്ടിറങ്ങിപ്പോയതായി സോമന് തോന്നി. കോശിയും ഇത് വിശ്വസിക്കാനാകാത്തതുപോലെയിരുന്നു. സർ, എനിക്ക് ആ വിക്ടിമിനെ ഒന്ന് കാണണം, രാജേന്ദ്രനെ. അവർ 4 പേരും എഴുന്നേറ്റു. 2 പോലീസ് വണ്ടികൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ആശുപത്രിക്ക് മുന്നിലെത്തിയതും സബ് ഇൻസ്പെക്ടർ ഓടിവന്ന് ബിനോയോട് എന്തോ സംസാരിച്ചു. സാറേ, ആ രാജേന്ദ്രനെ കാണാനില്ല. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നീട് അയാളെ കണ്ടില്ല. പോലീസുകാരിവിടെ കാവലുണ്ടായിരുന്നു. അവർ അരിച്ചു പിറക്കുന്നുണ്ട്. ഉടനെ കിട്ടും. ജീപ്പിന് നേർക്ക് വന്ന ബിനോയ് സോമൻ സാറിനോട് പറഞ്ഞു. എനിക്ക് അയാളുടെ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ? ജെയിംസ് ചോദിച്ചു. SI തൻ്റെ മൊബൈൽ ഫോണിൽ രാജേന്ദ്രൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. കിട്ടില്ല. അയാളെ ഇനി നിങ്ങൾക്ക് കിട്ടില്ല. ഇതെല്ലാം അയാളുടെ പ്ലാനായിരുന്നു. ജെയിംസ് പെറുപിറുത്തു. എല്ലാവരും അയാളെ നോക്കി. അവൻ പ്രതികാരം ചെയ്തതാണ്. തെളിവുകളുടെ അഭാവം സൃഷ്ടിച്ച് അയാളുടെ മകളെ കൊന്ന കേസിൽ നിന്ന് രക്ഷിച്ച പോലീസുകാരനോട് നിയമത്തെ കൂട്ടുപിടിച്ച് അയാൾ നടത്തിയ പ്രതികാരം. തെളിച്ചു പറയൂ ജെയിംസ്, എന്താണ് കാര്യം? പറയാം സാർ, നമുക്ക് ഓഫീസിലേക്ക് പോകാം. ജയിലിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച സമയത്ത് ഞാൻ അതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഈ കൊലപാതകം നടന്ന സമയത്ത് പുറത്തിറങ്ങിയ പ്രതികളുടെ ഡീറ്റെയിൽസ് എടുത്തു. ആ മരണം നടന്ന ഏകദേശ സമയത്ത് ജയിലിൽ നിന്നിറങ്ങിയ പ്രതികളുടെ ഡീറ്റെയിൽസ് എടുത്തു. അതിൽ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ലഭ്യമായിരുന്നു, ഒരാളുടെ ഒഴികെ. ഒരു ബിജു, പരുന്തു ബിജു എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അവൻ ഉള്ളിൽ കിടന്നത്. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. പീഡനക്കേസിൽ ശിക്ഷ അനുഭവിച്ച ആൾ, ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് കണ്ടെത്തിയ കാസ്ട്രേറ്റ്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തെയും വിയ്യൂർ ജയിലിലെയും ഡീറ്റെയിൽസ് കൂടി പരിശോധിച്ചു. ഇതേ അവസ്ഥയിൽ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അങ്ങനെ 3 പേർ. പരുന്തു ബിജു, തോമസ് ചാണ്ടി എന്ന തോമ, സുരേഷ്. ഈ 3 പേരും പോക്സോ കേസിൽ ജയിലിൽ കിടന്നവരായിരുന്നു, കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ. സോ
ഞാനിതെല്ലാം കൂടി കൂട്ടി വായിച്ചു. പ്രതി നിയമം കയ്യിലെടുത്തതായിരിക്കണം. പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ കിട്ടിയില്ല എന്നൊരു ചിന്ത കൊണ്ടാവണം അയാൾ സ്വയം ആരാച്ചാരുടെ റോൾ ഏറ്റെടുത്തത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മധ്യവയസ്കനെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന സൈക്കോ കില്ലർ അല്ല, മറിച്ച് നമ്മളെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിഞ്ഞ മധ്യവയസ്കനാണ് കില്ലറെന്ന്. ഇതിന് കുറേ വർഷങ്ങളുടെ പ്ലാനിംഗ് വേണ്ടിവരും. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വീട് വാങ്ങി അവിടെ താമസിച്ച് നാട്ടുകാരുടെ ഇടയിൽ അയാളെക്കുറിച്ച് രൂപമുണ്ടാക്കി ഒടുവിൽ കൊലപാതകം നടത്തി ബോഡി അവിടെ ഉപേക്ഷിക്കുന്നു. ഉദാഹരണമായി, ജയിലിൽ കിടന്ന സുരേഷ് വഴുതി വീണ് കാലിൻ്റെ എല്ലൊടിഞ്ഞത് കൊലപാതകി അറിഞ്ഞു. പതിവില്ലാതെ അയാൾ മുടന്തി അടുത്തുള്ള കടയിൽ പോയി സാധനം വാങ്ങുകയും തൻ്റെ കാലിൻ്റെ എല്ല് ഒടിഞ്ഞ് കമ്പിയിട്ടിട്ടുണ്ടെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് കാലിൻ്റെ എല്ലൊടിഞ്ഞ് കമ്പിയിട്ട ബിജുവിൻ്റെ അസ്ഥികൂടം കണ്ടപ്പോൾ നാട്ടുകാർ അയാളുടേതാണെന്ന് ഉറപ്പിച്ചത്. ഇതിന് വർഷങ്ങളുടെ സൂക്ഷ്മത വേണം. തൻ്റെ ഇരകൾക്കായി വലവിരിച്ച് കാത്തിരിക്കാൻ കഴിയണം. അപ്പോൾ എനിക്ക് തോന്നി, ഈ 3 കേസുകളിലെ ഏതോ ഒന്നിലെ ഇരയുടെ വേണ്ടപ്പെട്ടവർ ആരോ ആണെന്ന്. അങ്ങനെ എൻ്റെ അന്വേഷണം എത്തി നിന്നത് സുരേഷിൻ്റെ കേസിലാണ്. 2 പിഞ്ചുകുട്ടികളെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്ന കേസിലാണ് സുരേഷ് ശിക്ഷ കിട്ടി ഉള്ളിൽ പോയത്. പക്ഷേ സുരേഷിൻ്റെ ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചപ്പോൾ അയാൾ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളതായി അറിഞ്ഞു. രാജേന്ദ്രൻ എന്ന ആളുടെ 12 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആ കുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കേസിൽ സുരേഷ് പ്രതിയായിരുന്നു. പക്ഷേ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ട് തെളിവുകളുടെ അഭാവത്തിൽ സുരേഷ് രക്ഷപ്പെട്ടു. ആ കേസിലാണ് മോഹൻകുമാർ എന്ന സർക്കിൾ ഇൻസ്പെക്ടർക്ക് ജോലി പോയത്. ഈ രാജേന്ദ്രൻ എന്ന മനുഷ്യൻ പഴയൊരു ക്രിമിനലായിരുന്നു. കുഴൽപ്പണം, കൂലിത്തല് തുടങ്ങി കുറേ കേസുകളുണ്ടായിരുന്നു. പക്ഷേ മകൾ ജനിച്ച ശേഷം അയാളെല്ലാം നിർത്തി ഡീസൻ്റായി. സോ എൻ്റെ സംശയം രാജേന്ദ്രനിലായിരുന്നു. അയാളായിരിക്കണം നമ്മുടെ നിയമവ്യവസ്ഥ വിധിക്കാത്ത കൊലക്കയർ. അയാൾ ഈ ക്രിമിനലുകൾക്ക് വിധിച്ചു. ഒപ്പം ഇത്തരം ക്രിമിനലുകളെ ഷണ്ഡീകരിക്കണം എന്ന സന്ദേശം നൽകാൻ വേണ്ടി ഒരു കാസ്ട്രേറ്ററും അവിടെ ഉപേക്ഷിച്ചു. ഒടുവിൽ വർഷങ്ങളായി അയാളുണ്ടാക്കിയ തെളിവുകളെല്ലാം ഉപയോഗിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ മോഹൻകുമാറിനെ സീരിയൽ കില്ലറായി ചിത്രീകരിച്ചു. അയാളുടെ മകൾക്ക് നീതി ലഭിക്കാതിരിക്കാൻ കാരണമായത് തെളിവുകളായിരുന്നു. അതേ തെളിവുകൾ നിരത്തി അയാൾ ആ പോലീസുകാരനെ ശിക്ഷിച്ചു. ജെയിംസ് പറഞ്ഞു നിർത്തി. മറ്റുള്ളവർ ഇത് കേട്ട് നിശബ്ദരായിരുന്നു. അപ്പോൾ സോമൻ സാറിൻ്റെ ഫോൺ ബെല്ലടിച്ചു. പ്രൈവറ്റ് നമ്പർ. സോമൻ ഫോണെടുത്തു. സാറേ, ഞാൻ നിങ്ങൾ തേടുന്ന ക്രിമിനലാണ്, സീരിയൽ കില്ലർ. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. എനിക്ക് സാറിനെ നേരിട്ടൊന്ന് കാണണം. 7 മണിക്ക് മടവൂർ പാറയിൽ സാറ് വരണം. ഒറ്റയ്ക്ക്, ആയുധങ്ങളോ പോലീസ് സന്നാഹമോ ഇല്ലാതെ. ഫോൺ കട്ടായി. എന്തു ചെയ്യാൻ പോകുന്നു സാർ? കോശി ചോദിച്ചു. അയാളെ കാണാൻ പോകുന്നു. അവർ പരസ്പരം നോക്കി. സോമൻ വാച്ചിൽ നോക്കി. സമയം 7 മണിയായിരിക്കുന്നു. സോമൻ ഒറ്റയ്ക്കാണ് ജീപ്പിൽ ആ മല കയറി വന്നത്. താഴെ ചെങ്കുത്തായ കൊക്കയാണ്. പാറയുടെ മുകളിൽ നിന്നാൽ നഗരം മുഴുവൻ കാണാൻ കഴിയും. സോമൻ ജീപ്പിന്റെ ബോണറ്റിൽ ചാരി നിന്ന് ഒരു സിഗരറ്റ് കൊളുത്തി. ഒരു ചുമയുടെ ശബ്ദം കേട്ടു. സോമൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ അയാളുണ്ട്, രാജേന്ദ്രൻ. ഇപ്പോൾ ഒരു ജീൻസും ടീഷർട്ടുമാണ് വേഷം. ഒരു സിഗരറ്റ് തരുവൂ, അയാൾ ചോദിച്ചു. സോമൻ സിഗരറ്റ് പാക്കറ്റ് നീട്ടി. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ചുണ്ടോട് ചേർത്തു. സോമൻ ലൈറ്റർ കൈമാറി. കുറേ നാളായി വലിച്ചിട്ട്. ക്യാൻസർ അവസാന സ്റ്റേജിലാണ്. ചാവുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതാ വലി നിർത്തിയത്. ഹവാല പണം കടത്തും ചില്ലറ ഗുണ്ടായിസും ഒക്കെയായി കഴിഞ്ഞു കൂടുമ്പോഴാണ് എനിക്ക് മോൾ ജനിച്ചത്. അതോടെ എല്ലാം നിർത്തി. ഞാനൊരു പുതിയ മനുഷ്യനായി. ഭാര്യ മരിച്ച ശേഷം അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ഞാനായിരുന്നു. കരിങ്കല്ല് ക്വാറിയിൽ പണിക്ക് പോയിട്ടാ അവളെ വളർത്തിയത്. ആ കുഞ്ഞിനെ, 11 വയസ്സുള്ള കുഞ്ഞിനെ, ഒരു നായിൻ്റെ മോൻ ഗർഭിണിയാക്കി. അവൾ തൂങ്ങി മരിച്ചു. കാര്യങ്ങളെല്ലാം അവളുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ഞാനാണ് ആ എഴുത്ത് CI ആയിരുന്ന മോഹനെ ഏൽപ്പിച്ചത്. പക്ഷേ അയാൾ ചതിച്ചു. കോടതിയിൽ എൻ്റെ മോൾക്ക് നീതി കിട്ടിയില്ല.
കുറേ നാൾ ഞാൻ ആകെ നിരാശനായിരുന്നു. ചാവാൻ നോക്കി, പറ്റിയില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോളുടെ മരണത്തിന് നീതി കൊടുക്കണം. ഉറങ്ങാൻ പറ്റൂല സാറേ, ഉറക്കം വരൂല. കൺമുന്നിൽ തൂങ്ങി നിൽക്കുന്ന എൻ്റെ മോളും കോടതിയിൽ ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോകുന്ന ആ നായിൻ്റെ മോനും. അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെന്നതാ. അപ്പോഴേക്കും അവൻ മറ്റൊരു കേസിൽ ജയിലിലായി. 12 വർഷത്തെ ശിക്ഷ. ഞാൻ 12 വർഷം അവനു വേണ്ടി കാത്തിരിക്കണം. ചെയ്യാനൊന്നുമില്ല. അങ്ങനെ മനസ്സിൽ ഓരോന്ന് പ്ലാൻ ചെയ്തു. എൻ്റെ മകളെ നശിപ്പിച്ചവനെ മാത്രമല്ല, കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചു കൊന്നിട്ട് ജയിലിൽ സുഖവാസത്തിന് പോയ ഓരോരുത്തരെയും കൊല്ലണമെന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങളുടെ നിയമം അവർക്ക് കൊടുക്കാത്ത വധശിക്ഷ, അത് ഞാൻ കൊടുത്തു. നിയമത്തിന് വേണ്ടത് സത്യമല്ലല്ലോ, തെളിവുകളല്ലേ. തെളിവുകൾ ഞാൻ നൽകി. കുഴൽപ്പണം കൊണ്ടുപോയവരിൽ നിന്ന് ഞാൻ ഒരു 3 കോടി അടിച്ചു മാറ്റി. പിന്നീട് ഞാൻ കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. തോമ, ബിജു, പിന്നെ എൻ്റെ മകളെ കൊന്ന സുരേഷ്, കൂടാതെ നിയമത്തെ വ്യഭിചരിച്ച് നീതി നഷ്ടപ്പെടുത്തിയ CI മോഹൻ. ഞാൻ കാത്തിരുന്നു. ആഴ്ചയിൽ 2-3 ദിവസം വീതം ഈ 3 സ്ഥലങ്ങളിലായി താമസിച്ചു. ഞാൻ അവിടെ സ്ഥിരതാമസക്കാരനാണെന്ന് തെളിവുണ്ടാക്കി. അവന്മാരെ അവിടെ കൊണ്ടുവന്ന് കൊന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് മാറി. മരിച്ചത് ആ വീട്ടിൽ താമസിച്ച ആളാണെന്ന് എല്ലാവരും കരുതി. എന്നിട്ട് അന്നു മുതൽ എല്ലാ ബില്ലുകളും ഞാൻ അവൻ്റെ പേരിൽ ശേഖരിച്ചു. മോഹൻ്റെ പേരിൽ. അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിളിച്ചു വരുത്തി കൊല്ലാനായിരുന്നു പ്ലാൻ. ഇടയ്ക്ക് നിങ്ങൾ കയറി വന്നെങ്കിലും എൻ്റെ പ്ലാൻ നടന്നു. ഒരു സിഗരറ്റ് കൂടി തരാമോ സർ? ഒരു ദീർഘനിശ്വാസത്തോടെ സോമൻ സിഗരറ്റ് പാക്കറ്റ് നീട്ടി. ആഞ്ഞ് ഒരു പുക കൂടി എടുത്തിട്ട് വണ്ടിയിൽ ചാരി നിന്നു രാജേന്ദ്രൻ. സാറിനെ അറസ്റ്റ് ചെയ്തോളൂ, ഞാൻ കീഴടങ്ങാം. എനിക്കിനി ദിവസങ്ങളുടെ ആയുസേ ഉള്ളൂ സാറേ. നാളെ രാവിലെ 10 മണിവരെ ഞാൻ ഹോട്ടൽ ബ്ലൂ മൂണിലുണ്ടാകും. സാറിനെ അറസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ. സോമൻ ഒന്ന് ചുമച്ചു. അവർ ചെയ്ത തെറ്റിന് ശിക്ഷ വിധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല രാജേന്ദ്ര. നാളെ 11 മണിവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരായി സറണ്ടർ ചെയ്യാൻ. രാജേന്ദ്രൻ ചിരിച്ചു. സാറേ, നിയമത്തിന് വേണ്ടത് തെളിവുകളല്ലേ. എൻ്റെ പേരിൽ തെളിവുകളൊന്നുമില്ല. ഞാനീ പറഞ്ഞത് തെളിയിക്കാനും സാറിന് കഴിയില്ല. പിന്നെ ഞാൻ കീഴടങ്ങേണ്ട കാര്യം എന്താ? എന്തായാലും സാറിൻ്റെ നല്ല മനസ്സിന് നന്ദി. എനിക്ക് ഇന്ന് രാത്രി ഒന്ന് സുഖമായി ഉറങ്ങണം സാറേ. മോള് പോയ ശേഷം ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. സോമൻ വണ്ടി ഓടിച്ചു പോകുന്നത് നോക്കി അയാൾ അവിടെ നിന്നു. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഫോണിൻ്റെ റിങ് കേട്ടാണ് സോമൻ ഉണർന്നത്. ബിനോയാണ് സർ. സാറേ, ആ രാജേന്ദ്രനെ കിട്ടി. ബ്ലൂ മൂൺ ഹോട്ടലിലാണ്. 116 മുറിയിൽ പുള്ളി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പ്രതീക്ഷിച്ച ഒരു വാർത്ത പോലെ സോമൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇനി അയാൾ സുഖമായി ഉറങ്ങട്ടെ. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.